എനിക്കറിയാം, എന്നെ ഒരു തലതെറിച്ച പെണ്ണായിട്ടാവും മുരളിയേട്ടനും മുരളിയേട്ടന്റെ വീട്ടുകാരും ഒക്കെ കാണുന്നത്. ആ എന്നിട്ട് മുരളിയേട്ടന്റെ വീട്ടിൽ എങ്ങനെയായാലും എന്റെ വീട്ടിൽ അങ്ങനെയാ പറയുന്നത്. അഹങ്കാരി പെണ്ണ്, തന്റെ ഇടി. പെണ്ണുങ്ങൾക്ക് നല്ല തന്റെ ഇടം വേണമെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ, പ്രത്യേകിച്ച് ഇക്കാലത്ത്. ഈ സ്വന്തം അഭിപ്രായം പറയുന്നവരെ പണ്ട് അഹങ്കാരികളെന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരിക്കും. ഇന്നതൊക്കെ മാറി. നീ വിഷയത്തിലേക്ക് വാ. മുരളിയേട്ടാ, നവീനുമായിട്ടുള്ള വിവാഹം ആലോചിച്ചിട്ട് കുറെ കാലമായി. പക്ഷേ ഞാനതിനൊരു വ്യക്തമായ മറുപടി തന്നിട്ടില്ല. അതിൽ ശാരിയോട് എനിക്ക് ഇത്തിരി ദേഷ്യമുണ്ട്. ഈ പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണമെന്ന് പറയുമ്പോൾ അതൊരു ഒഴിഞ്ഞു മാറ്റമായിട്ടാ എനിക്ക് തോന്നിയത്. ശാരി വ്യക്തമായിട്ട് കാര്യം പറയുന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കാന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതല്ലേ. നവീനുമായിട്ടുള്ള കല്യാണം എനിക്ക് വേണ്ട മുരളിയേട്ടാ. എന്താ എന്താ നീ പറഞ്ഞേ? പെണ്ണ് കാണണമെന്നൊക്കെ പറഞ്ഞ് മുമ്പ് എല്ലാരും കൂടി വീട്ടിൽ വന്നപ്പോൾ മുതല് ഞാൻ നല്ല പ്രഷറിലായിരുന്നു മുരളിയേട്ടാ. ഞാനൊരു വശത്തും ബാക്കി എല്ലാരും എനിക്കെതിരെയും. അങ്ങനെയായിരുന്നു എന്റെ തോന്നല്. എനിക്കൊഴിഞ്ഞു മാറാൻ പരമാവധിയുള്ള കശിത്തുരുമ്പ് പഠിത്തം കഴിഞ്ഞു മതി കല്യാണം എന്നുള്ളത് മാത്രമായിരുന്നു. എനിക്കെന്നല്ല, എന്റെ സ്ഥാനത്തുള്ള ഏതൊരു പെൺകുട്ടിക്കും രക്ഷപ്പെടാനുള്ള ഒരു പിടിവള്ളി അത് മാത്രമാ. എന്തുകൊണ്ടാ ശാരി ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറയുന്നത്? എനിക്ക് വേറൊരാളെ ഇഷ്ടമാ മുരളിയേട്ടാ. സത്യമാണോ നീ പറയുന്നേ? ഇനിയും മറച്ചു വെക്കണ്ടെന്ന് കരുതിയിട്ടാ മുരളിയേട്ടനോട് തുറന്നു പറയുന്നേ. എങ്കിൽ പിന്നെ ഇതങ്ങ് ആദ്യമേ പറയാത്തെന്താ? ഇത് ഞങ്ങൾ ഒരുമാതിരി മണ്ടരാക്കുന്ന പരിപാടിയായി പോയി. മുരളിയേട്ടാ, മഹാബോറ്. ശാരിക വേറൊരുത്തനെ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഞങ്ങൾ ശാരികയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കെട്ടി പെണ്ണി ചോദിക്കാൻ വരുന്നത്. ശാരികയ്ക്കുള്ള അതേ അന്തസ്സും വ്യക്തിത്വമൊക്കെ ഞങ്ങൾക്കും ഉണ്ട്, നവീനും ഉണ്ട്. ശാരിക ആരെ പ്രേമിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല. നിനക്കിഷ്ടമുള്ള ആളെ തന്നെ വേണം നീ കല്യാണം കഴിക്കാൻ. പക്ഷെ അതിനിടയിൽ ഞങ്ങൾ ഇങ്ങനെ മണ്ടം കളിപ്പിക്കരുത്. നവീന് വേറെ പെണ്ണ് കിട്ടാതിരിക്കൊന്നുമില്ല. കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വേറെ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഇതിനു മുമ്പേ കല്യാണം നടത്തിയിട്ടുണ്ടാവും. ദേവികയുടെ കുടുംബത്തിൽ ഒരാൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇതുകൊണ്ടാ മുരളിയേട്ടാ ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നേ. ദാ കണ്ടില്ലേ, ഏറ്റവും വിശാല മനസ്സുള്ളതെന്ന് ഞാൻ വിചാരിച്ച മുരളിയേട്ടന് പോലും കാര്യം അറിഞ്ഞപ്പോ ദേഷ്യം വന്നു. വാക്കുകൾക്ക് കടുപ്പം വന്നു, സംസാരത്തിൽ മുള്ളും മുനയും വന്നു. ഞാൻ മുള്ളും മുനയും വെച്ച് പറഞ്ഞെങ്കിൽ അത് നീ കാരണം തന്നെയാ ശാരിക. ഞാൻ ഗൗരിയെ കല്യാണം കഴിച്ചതും പ്രേമിച്ചു തന്നെയാ. പക്ഷെ ആദ്യം തന്നെ അത് രണ്ട് വീട്ടിലും അറിയിച്ചു. നീയും തുറന്നു പറയണമായിരുന്നു. ചില സാഹചര്യങ്ങളില് പെണ്ണുങ്ങൾക്ക് അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ല മുരളിയേട്ടാ. എന്റെ വീട്ടിലെ അവസ്ഥ ആകെ കുഴപ്പത്തിലായിരുന്നു. ദേവി അച്ചിക്ക് 100,000 പ്രശ്നങ്ങള്. അതിനിടയ്ക്ക് എനിക്കൊരു പ്രേമം ഉണ്ടെന്ന് പറഞ്ഞാ ബെസ്റ്റ് ആയിരിക്കും.